കൊല്ലം ജില്ലയിലെ മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസായ സാമ്പ്രാണിക്കൊടിയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. DTPCയുടെ കീഴിലുള്ള മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് സാമ്പ്രാണിക്കൊടി. അഷ്ടമുടി കായലിലെ ഒരു തുരുത്താണ് സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ നിന്നും സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്ക് DTPCയുടെ നേതൃത്വത്തിൽ ബോട്ട് സർവീസ് ഉണ്ട്. തുരുത്തിലേക്ക് ബോട്ട് സർവീസ് നടത്തുന്നതിന് മടക്കയാത്രയടക്കം 150 രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത്. പരമാവധി 8 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ചെറു ബോട്ടാണ് തുരുത്തിലേക്ക് പോകാൻ DTDC നമുക്ക് നൽകുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് സാമ്പ്രാണിക്കൊടി. പണ്ട് കാലത്ത് ചെറു കപ്പലുകൾ ചരക്ക് കയറ്റാനും ഇറക്കാനും നങ്കൂരമിട്ടിരുന്ന തീരം. അക്കാലത്ത് അവിടെ വന്നിരുന്ന ചൈനീസ് ചെറുകപ്പലുകളെ വിളിപ്പേരായിരുന്നു ചാമ്പ്രാണി. അങ്ങനെ സാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നു. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൻ്റെ 11ാം വാർഡിലാണ് സാമ്പ്രാണിക്കൊടി എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ദിനം പ്രതി 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. അഷ്ടമുടി കായലിൻ്റെ മധ്യഭാഗത്താണ് ഈ സാമ്പ്രാണിക്കൊടി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ചെറു ബോട്ടിൽ ഐലൻഡിൽ ചെന്നിറങ്ങിയാൽ നമുക്ക് ആ ദ്വീപിലൂടെ യഥേഷ്ടം നടക്കുവാൻ സാധിക്കുന്നതാണ്. വേലിയേറ്റ സമയത്ത് പോലും ഈ ദ്വീപിൽ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു സവിശേഷത. അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കൊടി. നിലവിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിലൊന്നാണ് സാമ്പ്രാണിക്കൊടി. ജലഗതാഗത വകുപ്പിൻ്റെ കൊല്ലം സാമ്പ്രാണിക്കൊടി ബോട്ടിലും ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. 2 ഏക്കറോളം പരന്നു കിടക്കുന്ന കണ്ടൽ കാടുകളാണ് സാമ്പ്രാണിക്കൊടി എന്ന ദ്വീപ്. ഈ കണ്ടൽ കാടുകളിലൂടെ നടക്കുന്നതിനും ചെറിയ മരങ്ങൾ കയറിയിരിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു. ഈ സാമ്പ്രാണിക്കൊടി ദ്വീപിലെ വെള്ളക്കുറവാണ് ഈ പ്രദേശത്തെ മനോഹരിതവും സുരക്ഷിതവുമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്നത്. ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കായൽ ഡ്രെഡ്ജ് ചെയ്തെടുത്ത് മണ്ണ് കൂട്ടിയിട്ടപ്പോൾ അതൊരു ദ്വീപായി. അതാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. വേലിയേറ്റ സമയത്ത് പോലും ഇവിടെ മുട്ടിന് താഴെ മാത്രമേ വെള്ളം കാണുകയുള്ളൂ എന്നതാണ് മറ്റൊരു സവിശേഷത. DTPC തയ്യാറാക്കിയ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയാൽ ദ്വീപിൽ കാൽ നനച്ച് ചുറ്റി നടക്കാം. കക്കയും ചിപ്പിയും പെറുക്കി നടക്കാം. ചുറ്റുപാടും അഷ്ടമുടിക്കായലിൻ്റെ വിശാല സൗന്ദര്യം. മഞ്ഞ കണ്ടൽ ഉൾപ്പെടെ 9 അപൂർവ കണ്ടൽ ചെടികൾ ഇവിടെ തഴച്ചു വളരുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ DTPCയുടെ നേതൃത്വത്തിൽ ബോട്ട് സർവീസ് ഇവിടെയുണ്ട്. ചെറുമരങ്ങൾ കയറി ഫോട്ടോ എടുക്കുന്നതിനും വെള്ളത്തിൽ കളിക്കുന്നതിനും എല്ലാം വളരെ മികച്ച ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. സാമ്പ്രാണിക്കൊടിയിലെ മറ്റ് തുരുത്തുകൾ വള്ളത്തിൽ യാത്ര ചെയ്ത് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ചെറു വള്ളത്തിൽ നമുക്ക് തുരുത്ത് മുഴുവനും ഇറങ്ങിക്കാണാൻ സഹായിക്കുന്നു. ഏകദേശം 15 മിനിറ്റോളം തുരുത്ത് ചുറ്റി കാണിക്കുന്നതിന് വേണ്ടി വള്ളത്തിൽ ചാർജായി ഈടാക്കുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. കടലും കായലും കുളിർമ കണ്ടുകൊണ്ട് നല്ല കാറ്റേറ്റ് കുറച്ചു നേരം ചെലവഴിക്കാൻ നാട്ടുകാർ വിനോദസഞ്ചാരികളെ സ്നേഹത്തോടെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. റോഡിലൂടെയും കായലിലൂടെയും ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. കൊല്ലത്തു നിന്നും ബോട്ടിൽ സാമ്പ്രാണിക്കൊടിയിൽ എത്താൻ സാധിക്കും. റോഡ് മാർഗം വരുന്നതിന് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് വിനോദസഞ്ചാരികൾ ഏറ്റെടുത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് സാമ്പ്രാണിക്കൊടി. കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു തുരുത്തും കൂടിയാണ്. ഇവിടെ നിന്നും തീരത്ത് നിന്നും ഏകദേശം 350 മീറ്ററാണ് ഈ തുരുത്തിലേക്കുള്ള ദൂരം. ദേശീയ ജലപാതയ്ക്കായി കായലിൻ്റെ ആഴം കൂട്ടിയപ്പോൾ എടുത്ത മണ്ണ് കൂട്ടിയിട്ട സ്ഥലമാണ് പിന്നെ മണ്ണ് അടിഞ്ഞൊരു തുരുത്തായി മാറിയത്. ഇത് ഇന്നത്തെ സാമ്പ്രാണിക്കൊടിയായി അറിയപ്പെടുന്നു. അഷ്ടമുടി കായലിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കൊടിയുടെ സവിശേഷത. കണ്ടൽ കാടുകൾ തുരുത്തത്തിൻ്റെ സൗന്ദര്യ ഭംഗിയും വർദ്ധിപ്പിക്കുന്നു. 2018 നവംബറിൽ തുരുത്തിലേക്ക് ആദ്യമായി ബോട്ട് സർവീസ് ആരംഭിച്ചത്. ഇപ്പോൾ DTPCയുടെ ഉൾപ്പെടെ 14ഓളം ബോട്ടുകൾ തുരുത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
തുരുത്തിൽ വിനോദസഞ്ചാരികൾക്കായി ലഘുപാനീയങ്ങളും ഭക്ഷണങ്ങളും ലഭിക്കുന്നതാണ്. ഇന്ന് ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളെത്തി ഉല്ലസിച്ച് മടങ്ങുന്ന ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. KSRTC ബസ്സുകളും പ്രത്യേക സർവീസ് നടത്തുന്നു. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസ്, പ്രൈവറ്റ് ബോട്ടുകളും സർവീസ് നടത്തുന്നു. 150 രൂപയാണിപ്പോൾ പ്രവേശന ഫീസ്. 41 ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറിയാൽ തുരുത്തിലെ വെള്ളത്തിൽ കറങ്ങി നടക്കാം. ഉപ്പൂട്ടി, ചെറു ഉപ്പൂട്ടി, നക്ഷത്രക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ, ഭ്രാന്തൻ കണ്ടൽ എന്നിങ്ങനെ 5 ഇനം കണ്ടലുകൾ ഇവിടെയുണ്ട്. ഇവയെ പരിചയപ്പെടാം. വെള്ളത്തിലും കണ്ടൽ ചെടികളിലും നിന്ന് ഫോട്ടോ എടുക്കാം. ഈ തുരുത്തിൽ വെള്ളക്കുറവായതിനാൽ വള്ളത്തിൽ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. സി അഷ്ടമുടി എന്നൊരു ബോട്ട് സർവീസ് വേറെയുമുണ്ട്. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നും രാവിലെ പുറപ്പെട്ട് ബോട്ട് അഷ്ടമുടിക്കായലിലെ എല്ലാ പ്രദേശങ്ങളിൽ കൂടിയും കാണിച്ച് കല്ലടയാറിൽ പോയി തിരിച്ചു വരും. സാമ്പ്രാണിക്കൊടിയിൽ 1 മണിക്കൂർ നിർത്തിയിടും. 2018 നവംബർ 30-നാണ് സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര പദ്ധതി ഔദ്യോഗികപരമായി ഉദ്ഘാടനം ചെയ്തത്. അന്ന് വല്ലപ്പോഴും വരുന്ന സഞ്ചാരികളെ കാത്ത് ഒരു ബോട്ടുമായി കാത്തിരുന്ന കാലം. അങ്ങനെ ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങിയതോടെ ഇത് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറി. റോഡ് വഴി എത്തിച്ചേരുന്നതിന് പ്രാക്കുളം ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കൊല്ലം ബൈപ്പാസ് വഴിയുള്ള യാത്രക്കാർക്ക് കൂരിപ്പുഴ പാലത്തിൽ നിന്ന് ദ്വീപിൻ്റെ വിദൂര ദൃശ്യം ലഭിക്കും. DTPCയുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപിൻ്റെ സന്ദർശന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. സൂര്യാസ്തമയം കാണാൻ നല്ല സ്ഥലമാണെങ്കിലും എല്ലാ വിനോദസഞ്ചാരികളും വൈകുന്നതിന് മുമ്പ് ദ്വീപിൽ നിന്നും പുറപ്പെടണം. കൊല്ലം നഗരത്തിൽ നിന്നും അഞ്ചാലുംമൂട്, പ്രാക്കുളം വഴി സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ എത്താം. KSRTC ബസ്സുകളുടെ പ്രത്യേക സർവീസും ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസുകളും പ്രൈവറ്റ് ബോട്ട് സർവീസുകളും ഇങ്ങോട്ട് ടൂർ പാക്കേജുകൾ നടത്തുന്നു. വേലിയിറക്ക സമയത്ത് വന്നാൽ ദ്വീപിൽ കരഭൂമി തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. കാവനാട് ബോട്ട് ജെട്ടിയിൽ നിന്നും ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസ് സാമ്പ്രാണിക്കൊടിയിലേക്കുണ്ട്. റോഡ് മാർഗം വരികയാണെങ്കിൽ ബൈപ്പാസിലെ കടവൂർ സിഗ്നലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ചാലുംമൂട്ടിലെത്തി പ്രാക്കുളം വഴി വരാം. സാമ്പ്രാണിക്കടവ് തൊട്ടടുത്തായി കടൽത്തീരം എന്നൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കെട്ടിടം നിർമ്മിച്ച് ഹോട്ടൽ നടത്താൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ അഷ്ടമുടി കായലിൻ്റെ മധ്യഭാഗത്തൂടെ നടക്കാൻ കഴിയുന്ന ഏക സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. പ്രായഭേദമന്യേ സഞ്ചാരികളെ കൊണ്ട് ഇപ്പം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം വെള്ളത്തിലൂടെ നടന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. വെറും 50 രൂപ.